السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. അൽഹംദുലില്ലാ നമ്മൾ ഇന്നലെ അറബിക് ടു മലയാളം അല്ലെങ്കിൽ അറബിക് ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കണ്ടു. ഇന്ന് നമുക്ക് ഇതിൻ്റെ അതായത് ലെസൺ 5 എക്സസൈസ് 2 ലെസൺ 5ൻ്റെ ലാസ്റ്റ് എക്സസൈസ് ആണിത്. അതിൽ ഇംഗ്ലീഷ് ടു അറബിക് അല്ലെങ്കിൽ മലയാളം ടു അറബിക് ട്രാൻസ്ലേഷനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇൻഷാ അല്ലാ. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് താരിഖ് ഈസ് എ സ്റ്റുഡൻറ്റ് അറ്റ് ദിസ് യൂണിവേഴ്സിറ്റി ബിക്കോസ് ഹിസ് ഫാദർ സാലിം ഇസ് എ പ്രൊഫസർ ദർ. താരിഖ് ഈ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയാണ്, കാരണം അവൻ്റെ പിതാവ് സാലിം ഇതിലെ ഒരു പ്രൊഫസർ ആണ്. എഴുതാം. താരിഖുൻ, അതായത് താരിഖ് എന്ന് പറയുന്നത് ഇവിടെ മുബ്തദാണ്, സബ്ജക്റ്റ് ആണ് അല്ലേ. അപ്പം താരിഖുൻ ഇസ് എ സ്റ്റുഡൻറ്. താലിബുൻ എ സ്റ്റുഡൻ്റ് ആണ്, അപ്പോൾ അത്താലിബു പറ്റൂല. താലിബുൻ പുല്ലിംഗമാണ്, അതുകൊണ്ട് താലിബുൻ താലിബത്തുൻ പറ്റൂല. അറ്റ് ദിസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻ ദിസ് യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റിയിലെ. ഓക്കെ, അപ്പോൾ ഫീ യൂണിവേഴ്സിറ്റി ജാമ്യാത്താണ്, സ്ത്രീലിംഗാണ്, അതുകൊണ്ട് തന്നെ ഫീ ഹാദിഹി അൽ ഹാദിഹിൽ ജാമ്യാത്തി ബിക്കോസ് ലിഅന്ന ഹിസ് ഫാദർ അവൻ്റെ ഉപ്പ, ഹിസ് ഫാദർ നമുക്കറിയാം അബൂഹു ആണ്. ലിഅന്ന വന്നതുകൊണ്ട് മൻസൂബായിട്ട് അബാഹു ആവും അല്ലേ. അബാഹു ഒരു എക്സ്ട്രാ അലിഫ് വേണം അബുവിൻ്റെ കൂടെ ഹൂനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അബാഹു സാലിം അല്ലെ. അബാഹു ഫാദർ സാലിം ആണ്. ഇവിടെ അബാഹു എന്ന് പറയുന്നതും സാലിം എന്ന് പറയുന്നതും ലിഅന്നയുടെ സബ്ജക്റ്റ് തന്നെയാണ് അല്ലെ. രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടും സബ്ജക്റ്റ് ആണ്. ശരിക്കും അബാഹു അവന്റെ ഉപ്പ എന്നുള്ളതിന്റെ ബദലാണ്, അല്ലെങ്കിൽ അവന്റെ ഉപ്പ എന്നുള്ളത് ഇന്ന ആളാണെന്ന് നമുക്ക് പറഞ്ഞു തരാണ് സാലിം. അതുകൊണ്ട് തന്നെ പേരും ഇവിടെ എന്താണ്, മൻസൂബാണ്, സാലിമൻ. ആരെങ്കിലും സാലിമുൻ എന്ന് എഴുതി പോയിട്ടുണ്ടെങ്കിൽ കാരണം മനസ്സിലാക്കുക. ലിഅന്ന എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ഇന്നയുടെ സിസ്റ്ററാണ്. ഇന്നവ അഖ്വാത്തുഹ നമ്മൾ പഠിച്ചു. ഇന്നയുടെ സിസ്റ്ററാണ് ലിഅന്ന, അതുകൊണ്ട് തന്നെ അതിന്റെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇന്നയുടെ ഇസ്മ എന്ന് പറയുന്നത് മൻസൂബായിരിക്കും. ഇവിടെ അബാഹു അബൂഹു എഴുതൂല, അബാഹു എഴുതണം. അതേപോലെ അബാഹു എന്ന് പറഞ്ഞതിന്റെ ബദൽ അല്ലെങ്കിൽ അതിന് നമ്മൾ വേറൊരു പേര് വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചിലപ്പോൾ സ്ഥാനപ്പേരായിരിക്കും, ചിലപ്പോൾ പ്രൊഫഷൻ ആയിരിക്കും, അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇവിടെ സാലിം എന്ന് പറഞ്ഞിട്ട്. അപ്പം ബേസിക്കലി ലി അന്ന സാലിമൻ അല്ലെങ്കിൽ ലി അന്ന അബാഹു എന്ന് പറഞ്ഞാലും ഇത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പം ഇതേ റോൾ തന്നെയാണ് ഈ സാലിമിനും ഇവിടെ ഉള്ളത്. അബാഹുവിന്റെ അതേ റോൾ തന്നെയാണ് ഈ ഒരു സെന്റൻസിൽ സാലിമിനും ഉള്ളത്. അതുകൊണ്ട് തന്നെ അബാഹുവിന്റെ അതേ റൂള് തന്നെ. ആദ്യം ഞാൻ പറഞ്ഞത് റോളാണ്, അതുകൊണ്ട് തന്നെ അതേ റൂള് തന്നെയാണ് സാലിമിനും വരിക. അതുകൊണ്ട് സാലിമൻ എന്ന് എഴുതണം. ഓക്കെ, ലിഅന്ന അബാഹു സാലിമൻ അതിലെ ഒരു പ്രൊഫസറാണ് അല്ലെ. എസ് എ പ്രൊഫസർ ദേർ. ഞാൻ ദേർ എന്ന് പറയുമ്പം ഇൻ ഇറ്റ് എന്ന് മനസ്സിലാക്കാൻ പറയാറുണ്ട്, അതുകൊണ്ട് ഫീഹ. ഓക്കെ, ഉസ്താദുൻ ഫീഹ. ഇങ്ങനെ കുറച്ച് സ്ഥാനപ്പേരുകൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മുദരിസുൻ, ഉസ്താദുൻ, പിന്നെ എന്താണ് മുദീറുൻ, മുവദ്ദഫുൻ, അങ്ങനെയുള്ള അതൊക്കെ കൺഫ്യൂസ് ആയി പോവാതിരിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് ബേസിക് വൊക്കാബുലറീസ് ഒക്കെ ക്ലിയർ ആയിട്ടിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോ എന്ത് എഴുതണം എന്നുള്ളത്. അപ്പൊ പ്രൊഫസർ എന്ന് പറയുമ്പോൾ ഉസ്താദ് എന്ന് എഴുതുക, ഡയറക്ടർ അല്ലെങ്കിൽ ഈവൻ പ്രിൻസിപ്പൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുദീർ എന്ന് എഴുതുക. ടീച്ചർ ആണെങ്കിൽ എന്താണ്
മുദരിസുൻ. എംപ്ലോയി അല്ലെങ്കിൽ തൊഴിലാളി എന്ന് പറയുകയാണെങ്കിൽ മുവദ്ദഫുൻ. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കുക. അതുപോലെ ഓഫീസ്, ഓഫീസ്, ലൈബ്രറി ഒക്കെ എഴുതുമ്പോൾ മക്തബുൻ, മക്തബത്തുൻ, യൂണിവേഴ്സിറ്റി, ജാമിയത്തുൻ, മദ്രസത്തുൻ, സ്കൂള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതും വൊക്കാബുലറി ക്ലിയർ ആയിരിക്കും. കാരണം ഇനി നമ്മൾ വൊക്കാബുലറിന്റെ മുകളിൽ കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. ഇൻഷാ അല്ലാ. അപ്പം താരിഖുൻ നമ്മൾ പറഞ്ഞു, താരിഖ്, താരിഖുൻ ഈസ് എ സ്റ്റുഡൻറ്. താലിബുൻ അല്ലെ, താലിബുൻ എന്ന് പറയുമ്പം എ സ്റ്റുഡൻ്റ് ആയി. ഈസ് എന്നുള്ള വാക്ക് നമ്മൾ പ്രസന്റ് ടെൻസിൽ അറബിയിൽ എഴുതാറില്ല. അപ്പോൾ താരിഖുൻ, താലിബുൻ അറ്റ് ദിസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻ ദിസ് യൂണിവേഴ്സിറ്റി. ഫി ഹാദിഹിൽ ജാമിയത്തി, ജാമിയ സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ഹാദിഹി ഉപയോഗിച്ചത്. ബിക്കോസ് ലി അന്ന ഹിസ് ഫാദർ അബാഹു സാലിം, സാലിമൻ. നമ്മൾ അബാഹുവും സാലിമനും മൻസൂബായതിന്റെ കാരണം എന്താ നമ്മൾ പറഞ്ഞു. ഇസ് എ പ്രൊഫസർ ദർ. ഉസ്താദുൻ, ഉസ്താദുൻ ഫിഹ. എന്നുള്ളത് അല്ലെങ്കിൽ ഒരു എന്നുള്ളത് എന്നൊക്കെ കാണുമ്പോൾ എപ്പോഴും നമ്മൾ തൻവീനിട്ട് നക്കിറ ആക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. അടുത്തത് താരിഖ്സ് മദർ, താരിഖിന്റെ ഉമ്മ മേരി, മറിയം, ഇസ് ഓൾസോ ആൻ എംപ്ലോയി ഇൻ ദ യൂണിവേഴ്സിറ്റി ലൈബ്രറി. താരിഖിന്റെ ഉമ്മ മറിയമും ആ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലെ ഒരു തൊഴിലാളിയാണ്. താരിഖ്സ് മദർ. അപ്പോൾ നമുക്ക് മുമ്പ് താരിഖ് എന്ന് എഴുതിയത് കൊണ്ട് വേണമെങ്കിൽ ഇതിന് ഉമ്മു താരിഖിൻ എന്ന് എഴുതുന്നതിന് പകരം ഉമ്മുഹു എന്ന് എഴുതാം. ഉമ്മു താരിഖ് എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. ഇവിടെ നമ്മൾ ഓൾറെഡി താരിഖിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഉമ്മുഹു എന്ന് എഴുതാം. ഉമ്മു താരിഖ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ഓക്കെയാണ്. ഉമ്മുഹു ആരാണ്? മറിയമോ. ഫീമെയിൽ പ്രോപ്പർ നൗൺസ്, അതായത് സ്ത്രീകളുടെ പേര് എഴുതുമ്പോൾ എപ്പോഴും ഓർക്കുക തൻവീൻ ഇടാൻ പാടില്ല. മറിയമു, ആയിഷത്തു, അമീനത്തു എന്നേ വരാൻ പാടുള്ളൂ, തൻവീൻ ഇട്ട് പോകരുത്. ഉമ്മുഹു മറിയമു. മറിയം ആരാണ്? ഇസ് ആൻ എംപ്ലോയി. ഓൾസോ ഉണ്ട്. ഓൾസോ എന്ന് പറയുമ്പോൾ നമ്മൾ ഐദുൻ എന്നാണ് എഴുതുക അല്ലെ. അപ്പം അത് ഐദൻ എന്നാണ് എഴുതുക. ഐദൻ നമ്മൾ സെന്റൻസിന്റെ അവസാനമാണ് എഴുതാറ്. അപ്പം അല്ലെങ്കിൽ ആ ഒരു സെന്റൻസ് അല്ലെങ്കിലും ആ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അവിടെ ആ ഒരു ജുംല കംപ്ലീറ്റ് ആവുന്നതിന്റെ അവസാനമാണ് ഐദൻ എഴുതുക. അപ്പോൾ ഉമ്മുഹു മറിയമുൻ ആൻ എംപ്ലോയി. മുവദ്ദഫത്തുൻ. ഓക്കെ, മുവദ്ദഫത്തുൻ എഴുതണം. ഉമ്മയെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് സ്ത്രീലിംഗ ഏകവചനം. മുവദ്ദഫത്തുൻ ഇൻ ദ യൂണിവേഴ്സിറ്റി ലൈബ്രറി. ഫി യൂണിവേഴ്സിറ്റി ലൈബ്രറി. യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അല്ല, ലൈബ്രറി പറയുന്നത് മക്തബത്ത്, യൂണിവേഴ്സിറ്റി അൽ ജാമിയ. അപ്പൊ മക്തബത്തിൽ ജാമിയത്തി. മക്തബത്തിൽ ജാമിയത്തി. നമുക്കൊരു ഓൾസോ ബാക്കിയുണ്ട് അല്ലെ, ഐദൻ. ഇവിടെ ഒരു കാര്യം, ഈ മക്തബത്തിൽ ജാമിയാത്തി എന്ന് പറയുന്നത് ഞാനൊരു ഇദാഫ കൺസ്ട്രക്ഷൻ ആയിട്ടാണ് എഴുതിയത്. അതായത് യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറി എന്നുള്ള രീതിയിലാണ് എഴുതിയത്. ഇതിന് ഇനി നമുക്ക് സിഫ ആയിട്ടും എഴുതാം. ഫിൽ മക്തബത്തിൽ ജാമിഅയ്യത്തി എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. അപ്പം അവിടെ അൽ മക്തബ എന്ന് പറയുന്നത് മൗസൂഫും അൽ ജാമിഅയ്യ എന്ന് പറയുന്നത് സിഫയുമായിട്ട് എഴുതാം. ഇനി ഇത് ഒരു ഇദാഫ പോലെ, അതായത് യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറി എന്നുള്ള അർത്ഥത്തിൽ ഫി മക്തബത്തിൽ ജാമിഅത്തി എന്നും എഴുതാം. നമ്മൾ ഖുറാനിലൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും അങ്ങനെ കാണാം. അത് ചിലത് സിഫയായിട്ട് എഴുതിയത് ചിലപ്പോൾ നമുക്ക് ഇദാഫയായിട്ടും എന്താ എഴുതാൻ പറ്റും. പക്ഷെ ഖുർആനിൽ എഴുതുന്നതിന് അതിന് സ്പെസിഫിക് ആയിട്ട് ഒരു റീസൺ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു റീസണും ഉണ്ടാവും, അതിന്റെ പിന്നിൽ ഒരു ഹിക്മത്തും ഉണ്ടാവും. പറഞ്ഞു വരുന്നത് ഈ ഇങ്ങനെ എഴുതുന്ന മിക്ക കാര്യങ്ങളും ഓഫ് എന്ന് എഴുതിയിട്ട്, അതായത് ഇന്നതിന്റെ ഇന്നത് എന്ന് എഴുതാൻ പറ്റും. ഇപ്പൊ സ്കൂൾ ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ സ്കൂളിന്റെ ബുക്ക് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ ഇതുപോലെ ലൈബ്രറിയുടെ വിശേഷണമായിട്ട് ജാമിഅ അയ്യ എന്നുള്ളത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറി എന്നുള്ള രീതിയിൽ ഇദാഫ ആയിട്ടും എഴുതാം. അപ്പൊ നിങ്ങൾ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് കറക്റ്റ് തന്നെയാണ്. അതേപോലെ ഉമ്മുഹു എന്നുള്ളത് ഉമ്മു താരിഖിൻ മറിയമു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് കറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഓൾറെഡി താരിഖിന്റെ കാര്യം ഇവിടെ പറഞ്ഞത് കൊണ്ട് സ്വാഭാവികമായിട്ട് ലാംഗ്വേജിൽ നമ്മൾ അടുത്ത സെന്റൻസിൽ അതേപോലെ വീണ്ടും വീണ്ടും പേര് റിപ്പീറ്റ് ചെയ്യില്ല. അതിന് പകരമാണ് നമുക്ക് ദമീറുകൾ അല്ലെങ്കിൽ പ്രൊനൗൺസ് ഉള്ളത്. അതുകൊണ്ട് ഉമ്മുഹു എന്ന് എഴുതുന്നത്. അപ്പോൾ ഉമ്മുഹു മറിയമു മുവദ്ദഫത്തുൻ എന്ന് എഴുതുന്നത് മറിയം സ്ത്രീലിംഗം ഏകവചനം. ഫി മക്തബത്തിൽ ജാമിഅത്തി ഐദൻ. ഓക്കെ, ഇനി അടുത്തത് His mother's brother is sitting on a chair in the university director's office. അവന്റെ ഉമ്മയുടെ സഹോദരൻ
യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറുടെ ഓഫീസിലെ ഒരു കസേരയുടെ മേലെ ഇരിക്കുന്നവനാണ്. ഹിസ് മദേഴ്സ് ബ്രദർ അല്ലെ, അതൊരു ഡബിൾ ഇദാഫയാണ്. എങ്ങനെ എഴുതാൻ നോക്കാം. അഹു ഉമ്മിഹി, അഹു ഉമ്മിഹി. അപ്പം നമുക്കറിയാം ഇലാഫയില് രണ്ടാമത്തത്, ഇലാഫ കൺസ്ട്രക്ഷൻ എഴുതുമ്പോൾ അതിനകത്ത് രണ്ടാമത്തെ മുദാഫ് ഇലേഹി എപ്പോഴും മജ്റൂർ ആയിരിക്കും അല്ലെ. അപ്പം ഇവിടെ അഹും ഉമ്മ ഉണ്ട് അല്ലെ, അവന്റെ ഉമ്മയുടെ സഹോദരൻ. അപ്പം ഡബിൾ ഡബിൾ ഇദാഫയാണ്. അതുകൊണ്ട് തന്നെ മുദാഫ് ഇലേഹി, ഫസ്റ്റ് മുദാഫ് ഇലേഹി ആയിട്ട് വരുന്നത് ഉമ്മാണ് അല്ലെ. അപ്പൊ ഉമ്മിന് മജ്റൂർ ആക്കണം. അപ്പൊ അഹു ഉമ്മിഹി. പിന്നെ നമുക്കറിയാം അഹു എന്നുള്ളത് സ്പെഷ്യലിസ്മാണ് അല്ലെ, 5 സ്പെഷ്യലിസ്മിൽ പെട്ടതാണ് അഹുനും അബുനും. അപ്പം അവരെ ഇദാഫയിൽ ചേർത്ത് എഴുതുമ്പോൾ എക്സ്ട്രാ വാവ് യ അലിഫ് ഇട്ടിട്ട് വേണം എഴുതാൻ അല്ലെ. അഹ, അഹു, അഹി എന്ന് എഴുതിയിട്ട് വേണം അതിന് അടുത്ത ഒരു ഇസ്മിനോടോ അല്ലെങ്കിൽ ഒരു ദമീർ മുത്തസിനോടോ ഒക്കെ ചേർത്ത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം അഹു ഉമ്മിഹി, അവന്റെ ഉമ്മയുടെ സഹോദരൻ. ആരാണ്? എന്താ ചെയ്യുന്ന മൂപ്പര്? യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറുടെ ഓഫീസിലെ ഒരു കസേരയുടെ മേൽ ഇരിക്കുന്നവനാണ്. അപ്പം നമ്മളെ ഓർഡർ എന്താണ്? ഈസ് സിറ്റിംഗ് അല്ലെ, ഇരിക്കുന്നവനാണ്. അപ്പം ജാലിസുൻ, ഒരു പുരുഷനെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് ജാലിസുൻ. ഈ ജാലിസ് ഒക്കെ എഴുതുമ്പോൾ നമുക്ക് സബ്ജക്റ്റിനനുസരിച്ച് മാറും അല്ലെ. അതൊരു പ്ലൂറൽ പുല്ലിംഗ ബഹുവചനാണെങ്കിൽ ജാലിസൂന എന്ന് വരും. ഇവിടെ ജസ്റ്റ് അഹു മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ആളെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് ജാലിസുൻ. ഓക്കെ, ഇനി ജാലിസുൻ ഓൺ എ ചെയർ. അല എ ചെയർ ആണ്, അതുകൊണ്ട് അൽ ഇല്ല, കുർ സി യിൻ അല്ലെ. അല വന്നതുകൊണ്ട് മജ്റൂർ. അല കുർസിയിൻ, ഇൻ ഫി. ഇനി എന്താണ്? ഇൻ ദ യൂണിവേഴ്സിറ്റി ഡയറക്ടേഴ്സ് ഓഫീസ്. യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറുടെ ഓഫീസ്. മക്തബി, മക്തബ് ഓഫീസ്, മക്തബത്ത് ലൈബ്രറി. ഓക്കെ, ഫീ വന്നതുകൊണ്ട് ഇദാഫയുടെ ഫസ്റ്റ് വാക്ക്, അതായത് മുദാഫ് എന്തായി? മജ്റൂറായി. ഫി മക്തബി. ഡയറക്ടർ മുദീറി, വേണമെങ്കിൽ മുദീറത്തി എന്ന് എഴുതാം, കാരണം ഇവിടെ ആണോ പെണ്ണോ എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് മുദീറത്തി എന്ന് എഴുതി പോയി എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഫി മക്തബി മുദീരി. പിന്നെ എന്താണ് ഇവിടെ? ദ യൂണിവേഴ്സിറ്റി ഡയറക്ടേഴ്സ് ഓഫീസ് ആണ് അല്ലെ. അപ്പം ലാസ്റ്റ് വാക്ക് മുദാഫ് ഇലേഹി, അതായത് മുദാഫ് ഇലാഫ കൺസ്ട്രക്ഷന്റെ ലാസ്റ്റ് വാക്ക്, അത് മൊത്തത്തിലുള്ള ഇദാഫ ഡെഫിനിറ്റ് ആണെങ്കിൽ ലാസ്റ്റ് വാക്ക് ഡെഫിനിറ്റ് ആവും. അപ്പൊ ഇവിടെ അൽ ജാമിഅ ആണ് അല്ലെ. മുദീറിൽ ജാമിഅത്തി. ഓക്കെ, ഫി മക്തബിൽ മുദീരിൽ ജാമിഅത്തി. അഹു ഉമ്മിഹി ജാലിസുൻ അലാ കുർസിയിൻ ഫി മക്തബിൽ മുദീരിൽ ജാമിഅത്തി. യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറുടെ ഓഫീസിലെ ഒരു കസേരയുടെ മേലെ ഇരിക്കുന്നവനാണ്. സിറ്റിംഗ് ഓൺ എ ചെയർ ഇൻ ദ യൂണിവേഴ്സിറ്റി ഡയറക്ടേഴ്സ് ഓഫീസ്. അടുത്തത്, ദ വൈഫ് ഓഫ് താരിഖ് ഈസ് അൻ എംപ്ലോയി ഇൻ ദ ഓഫീസ് ഓഫ് ദി യൂണിവേഴ്സിറ്റി ഡയറക്ടർ. താരിഖിന്റെ ഭാര്യ ആ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറുടെ ഓഫീസിലെ ഒരു തൊഴിലാളിയാണ്. എഴുതാം. വൈഫ് അല്ലെ, സൗജ. സൗജത്തു ആരുടെ വൈഫാണ്? താരിഖിന്റെ. താരിഖിൻ ഈസ് എൻ എംപ്ലോയി അല്ലെ. മുവദ്ദഫത്തുൻ സ്ത്രീലിംഗം, ഏകവചനം. ഇൻ ദ ഓഫീസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി ഡയറക്ടർ. യൂണിവേഴ്സിറ്റി ഡയറക്ടറുടെ ഓഫീസിലെ ഒരു തൊഴിലാളിയാണ്. ഫി മക്തബി മുദീരിൽ
സൗജത്തു താരിഖിൻ, താരിഖിന്റെ ഭാര്യ, ദ വൈഫ് ഓഫ് താരിഖ് അല്ലെ, സൗജത്തു താരിഖിൻ. ഇവിടെ ദ വൈഫ് ഓഫ് താരിഖ് ഇത് എന്താണ്, ഡെഫിനിറ്റ് ഇലാഫയാണ്. എന്തുകൊണ്ടും ഇലാഫ കൺസ്ട്രക്ഷന്റെ മുദാഫ് ഇലേഹി ഒരു ആളുടെ പേര്, ഒരു പ്രോപ്പർ നൗൺ ആണെങ്കിൽ ഇത് ഡെഫിനിറ്റ് ഇലാഫ ആണ്. ഓക്കെ, അപ്പോൾ സൗജത്തു താരിഖിൻ ഈസ് നമ്മൾ എഴുതൂല. ആൻ എംപ്ലോയി മുവദ്ദഫത്തുൻ ഇൻ ഫീ. ഇനി ദ ഓഫീസ് ഓഫ് ദി യൂണിവേഴ്സിറ്റി ഡയറക്ടർ, ഇവിടെ വന്ന അതേപോലെ തന്നെയാണ് യൂണിവേഴ്സിറ്റി ഡയറക്ടറുടെ ഓഫീസ്. അപ്പം ഇത് തന്നെ നമുക്ക് ഇതേപോലെ കൂടെ കോപ്പി അടിച്ച് എഴുതിയാൽ മതി. ഓക്കെ, ഫി മക്തബി മുദീരിൽ ജാമ്യാത്തി. വേണമെങ്കിൽ മുദീറത്ത് എന്ന് എഴുതി പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, കാരണം ഇവിടെ ഡയറക്ടർ ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഫി മക്തബി മുദീരിൽ ജാമ്യാത്തി, കാരണം നമുക്കറിയാം ഇലാഫ കൺസ്ട്രക്ഷന്റെ അവസാനത്തെ വാക്കിനാണ് നക്കിറയാണോ മാരിഫയാണോ തീരുമാനിക്കുന്നത്, അൽ ഓർ തൻവീൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ദ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇത് അൽ ജാമ്യ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ അൽ ആയി മാറി. ഫൈൻ, അടുത്തത് താരിഖ്സ് പ്രൊഫസർ ഇസ് അൻ എമിറേറ്റി ലിവിങ് ഇൻ അമേരിക്ക. താരിഖിന്റെ പ്രൊഫസർ ഒരു എമിറേറ്റി ആണ്, അമേരിക്കയിൽ താമസിക്കുന്നവൻ ആണ്. എഴുതാം, പ്രൊഫസർ ആണ്, അതുകൊണ്ട് ഉസ്താദു താരിഖിൻ അല്ലെ, താരിഖിന്റെ പ്രൊഫസർ ഉസ്താദു താരിഖിൻ ഈസ് എൻ എമിറേറ്റി ഇമാറാത്തിയുൻ. ഈ ഇസ്മു നസ്ബ ഡിറൈവ് ചെയ്തുകൊണ്ടിരുന്നൊന്നും മറന്നുപോയിട്ടില്ലല്ലോ അല്ലെ, അത് നമ്മളിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് ബ്ലഡിലേക്ക് അങ്ങോട്ട് കയറിക്കോളും. അത് അന്ന് പഠിച്ചു വെച്ചിട്ട് പിന്നെ അതൊരു കണക്ഷൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മറന്നേ പോകും. അങ്ങനെ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ യൂസ് ചെയ്ത് അങ്ങനെ അത് ഈസി ആയിക്കോളും കേട്ടോ. അപ്പോൾ കിട്ടുന്നില്ലല്ലോ എന്ന് വെച്ച് ബേജാറൊന്നും വേണ്ട. കുറേ എക്സാം എഴുതി കുറേ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ നമുക്കത് നമ്മൾ ചോറും കറിയും വെക്കുന്ന പോലെ അങ്ങനെ വന്നോളും നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എഫേർട്ട് ഇടാൻ റെഡി ആയാൽ മതി. ഉസ്താദ് താരിഖിൻ ഇമാറാത്തിയുൻ എന്താണ്, ലിവിങ് ഇൻ അമേരിക്ക. ലിവിങ് എന്താണ്, സാക്കിനുൻ അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പി അമേരിക്ക അമേരിക്ക. നമുക്കറിയാം ഈ പല ടൈപ്പ് കൺട്രി നെയിംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ബ്രിട്ടാനിയ ഒക്കെ അതൊക്കെ ഒരേ സെറ്റിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് ഫീ എഴുതുന്നത് കൊണ്ട് ആ കൺട്രിയുടെ പേരിന് വേറെ മാറ്റമൊന്നും വരില്ല. ഫീ അമേരിക്ക എന്ന് ജസ്റ്റ് എഴുതുള്ളൂ. പക്ഷെ ഇൻ എഫക്ട് ഇത് മജ്റൂർ ആണ്. ഇത് മജ്റൂർ ആണ്, പക്ഷെ അതിന് എഴുത്തിൽ മാറ്റമൊന്നും വരൂല. അപ്പം താരിഖ്സ് പ്രൊഫസർ ഉസ്താദ് താരിഖിൻ ഈസ് ഓക്കെ എഴുതാറില്ല, ആൻ എമിറേറ്റി ഇമാറാത്തിയുൻ ലിവിങ് ഇൻ അമേരിക്ക സാക്കിനുൻ ഫി അമേരിക്ക. സാക്കിനുൻ ആയത് ഇവിടെ ഉസ്താദ് താരിഖിൻ എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഇനി അത് ഉസ്താദത്തു എന്ന് ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ താരിഖിൻ ഇമാറാത്തിയത്തുൻ സാക്കിനത്തുൻ എന്നായി മാറും. ബിക്കോസ് ഇവിടെയും പ്രൊഫസർ ആണോ പെണ്ണോ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉസ്താദത്തു താരിഖിൻ എന്ന് എഴുതിയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതും ഉസ്താദത്തു എന്ന് എഴുതുമ്പോൾ ഇവിടെ ഇമാറാത്തിയത്തുൻ ആവും, ഇവിടെ സാക്കിനത്തുൻ ആവും. ഓക്കെ, അത് ശ്രദ്ധിക്കാം. ഇനി അടുത്തത്, ദാറ്റ് സ്റ്റുഡൻറ് ഇസ് ഫ്രം സാലിംസ് ക്ലാസ്. ആ വിദ്യാർത്ഥി സാലിമിന്റെ ക്ലാസ്സിൽ നിന്നാണ്. ഇവിടുത്തെ ആ ഇസ്മു ഇഷാറയുടെ ആ ആണ്, ഡെഫിനിറ്റിന്റെ ആ അല്ല, ബിക്കോസ് ബ്രാക്കറ്റിന്റെ പുറത്താണ് എഴുതിയിട്ടുള്ളത്. അപ്പം ذلك الطالب من فصل سالم. ذلك الطالب ദാറ്റ് എന്ന് പറയുന്നത് ദാലിക്ക. ഓക്കെ, സ്റ്റുഡന്റ് വിദ്യാർത്ഥി. ഇതിന് ഇനി തിൽക്കത്തോ അലിബത്തു എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അല്ലെ, നമ്മൾ മലയാളത്തിൽ വിദ്യാർത്ഥി എന്ന് എഴുതിയത് കൊണ്ട് അത് അണ്ടർസ്റ്റുഡ് ആണ്, പുല്ലിംഗാണെന്ന്. പക്ഷെ ഇംഗ്ലീഷിൽ ദാറ്റ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ തിൽക്കത്തോ അലിബത്തു എന്നും എഴുതാം, തെറ്റൊന്നുമില്ല. ഓക്കെ, മലയാളത്തിൽ വിദ്യാർത്ഥി എന്ന് എഴുതിയത് കൊണ്ട് ഓക്കെ അത് പുല്ലിംഗ ഏകവചനമാണ്. അതുകൊണ്ട് തന്നെ ദാലിക്കത്തോ അലിബു ഫ്രം അല്ലെ മിൻ സാലിംസ് ക്ലാസ്, ഫസ്ലി സാലിമിൻ, സാലിമിന്റെ ക്ലാസ്സിൽ നിന്നാണ്, ഫസ്ലി സാലിമിൻ. അടുത്തത്, ഹിസ് ഫാദർ ഇസ് ദ ഡയറക്ടർ ഓഫ് ദി യൂണിവേഴ്സിറ്റി ബട്ട് ഹിസ് മദർ ലിവ്സ് ഇൻ ഈജിപ്റ്റ്. അവന്റെ പിതാവ് ആ യൂണിവേഴ്സിറ്റിയുടെ, ഇവിടുത്തെ ആ
ഡെഫിനിറ്റ്നെസ് ആണ്, മാരിഫയാണ്, ആ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറാണ്. പക്ഷേ അവന്റെ ഉമ്മ ഈജിപ്തിൽ താമസിക്കുന്നവൾ ആണ്. എഴുതി നോക്കാം. അബൂഹു അല്ലെ, ഹിസ് ഫാദർ അബൂഹു. നമുക്കറിയാം അബുൻ സ്പെഷ്യൽ ഇസ്മാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ ദമീർ മുത്തസിലോ അല്ലെങ്കിൽ മുദാഫ് ഇലൈഹിയോ എഴുതുമ്പോൾ നമ്മൾ അലിഫ് യാ വാ ഇട്ടിട്ട് വേണം നീട്ടാൻ. അപ്പം ഇവിടെ മർഫു ആണ്, അതുകൊണ്ട് തന്നെ അബൂഹു ഡയറക്ടർ ഓഫ് ദി യൂണിവേഴ്സിറ്റി ആരാണ്? മുദീറു അൽ ജാമിഅത്തി ലാക്കിന്ന but ummahu, his mother, lives in Egypt. Sakinatun fi Misra. Okay. Abuhu, his father, is എഴുതാറില്ല. The director of the university. മുദീറുൽ ജാമിഅത്തി. ഓക്കെ, പിതാവായതുകൊണ്ട് നമ്മൾ മുദീർ തന്നെ എഴുതണം, മുദീറത്ത് എഴുതാൻ പറ്റില്ല. മുദീറുൽ ജാമിഅത്തി, ദ ഡയറക്ടർ ഓഫ് ദ യൂണിവേഴ്സിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇദാഫ ഡെഫിനിറ്റ് ആണ്. ഇദാഫ ഡെഫിനിറ്റ് ആണെങ്കിൽ മുദാഫ് ഇലൈഹിയാണ് അൽ വെച്ചിട്ട് നമ്മൾ പറയുന്നത്. അപ്പം അബൂഹു മുദീറുൽ ജാമിഅത്തി, അവന്റെ പിതാവ് ജാമിയയുടെ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറാണ്. ലാക്കിന്ന, പക്ഷേ ലാക്കിന്നെ വലാക്കിന്ന എന്ന് എഴുതിയാൽ ഓക്കെയാണ്, ലാക്കിൻ എന്ന് എഴുതിയാൽ ഓക്കെയാണ്, വലാക്കിൻ എന്ന് എഴുതിയാൽ ഓക്കെയാണ്. പക്ഷേ ലാക്കിനും വലാക്കിനും ആണ് വരുന്നതെങ്കിൽ ഇവിടെ ഉമ്മഹുക്ക് പകരം ഉമ്മുഹു ആവും. ലാക്കിന്ന വലാക്കിന്ന എഴുതിയാൽ ഉമ്മഹു ആവും. ഓക്കെ, ആ കാര്യം മാത്രം കറക്റ്റ് ആണോ നോക്കുക. ബട്ട് ഹിസ് മദർ ലാക്കിന്ന ഉമ്മഹു വലാക്കിന്ന ഉമ്മഹു ലാക്കിൻ ഉമ്മുഹു വലാക്കിൻ ഉമ്മുഹു. ഓക്കെ, ദെൻ ലിവിങ്, അവൾ താമസിക്കുന്നവളാണ് അല്ലെ. സാക്കിനത്തുൻ, ഉമ്മ സ്ത്രീലിംഗ ഏകവചനം, അതുകൊണ്ട് തന്നെ സാക്കിനത്തുൻ ഈജിപ്തിൽ. ഫി മിസ്ര ആയിരിക്കണം, മിസ്രി എന്ന് എഴുതാൻ പാടില്ല. ഓക്കെ, മിസ്ര. നമുക്ക് ആ ഒരു സെറ്റിൽ പഠിച്ച വാക്കാണ് മിസ്ര അല്ലെ. അതായത് സ്ത്രീകളുടെ പേര് യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യുന്ന കുറച്ച് കൺട്രി നെയിംസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പെട്ടതാണ് അല്ലെ, മക്കത്ത, ജിദ്ദത്ത, മിസ്ര ഒക്കെ. നമ്മൾ ആയിഷത്ത, അമീനത്ത എന്നൊക്കെ പറയുന്നത് പോലെ മിസ്ര. ഓക്കെ, മിസ്ര ആയിഷത്തി അല്ല മജ്റൂർ ആക്കിയിട്ട് നമ്മൾ അതിനെ എഴുതൂല അല്ലെ, ഫത്ഹ ഇട്ടിട്ടാണ് മജ്റൂർ ആക്കുന്നത്. അപ്പോൾ ഫി മിസ്ര. താരിഖ്സ് ബ്രദേഴ്സ് ആർ സ്റ്റുഡൻസ് അറ്റ് എ ന്യൂ ഇന്ത്യൻ സ്കൂൾ ഇൻ ദ സിറ്റി. താരിഖിന്റെ സഹോദരന്മാർ ആ പട്ടണത്തിൽ, ഇവിടുത്തെ ആ എന്ന് പറയുന്നത് ഡെഫിനിറ്റ്നെസ് ആണ്, മാരിഫയുടെ ആണ്. പട്ടണത്തിലെ ഒരു പുതിയ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ ആണ്. ഓക്കെ, എങ്ങനെ എഴുതാൻ നോക്കാം. ഇഖ്വാനു താരിഖിൻ തുല്ലാബുൻ ഫി മദ്രസത്തിൻ ഹിന്ദിയത്തിൻ ഫിൽ മദീനത്തി. ഇഖ്വാനു താരിഖിൻ, സഹോദരന്മാർ അല്ലെ. അഖുൻ ഇഖ്വാനുൻ, ഇഖ്വാൻ അല്ലെങ്കിൽ ഇഖ്വത്തുൻ എഴുതിയാലും ഓക്കെ ആണ് കേട്ടോ. അപ്പം ഇഖ്വാനു താരിഖിൻ, താരിഖിന്റെ സഹോദരന്മാർ. ആർ എഴുതാറില്ല, സ്റ്റുഡൻസ്. ഓക്കെ, തുല്ലാബുൻ അറ്റ് അല്ലെങ്കിൽ ഇൻ എ ന്യൂ ഇന്ത്യൻ സ്കൂൾ. ന്യൂ ഇന്ത്യൻ സ്കൂൾ അല്ലെ, സ്കൂളിന്റെ വിശേഷണങ്ങളാണ് ന്യൂവും ഇന്ത്യനും. അതുകൊണ്ട് ഫി മദ്രസത്തിൻ, എ കൊടുത്തത് കൊണ്ട് മദ്രസത്തിനാണ്, ഫിൽ മദ്രസത്തി ആവില്ല, ഫി മദ്രസത്തിൻ. പിന്നെ ന്യൂ ഇന്ത്യൻ നമ്മൾ പറഞ്ഞു, രണ്ട് വിശേഷണം വരുമ്പം ഒറിജിൻ കാണിക്കുന്ന വിശേഷണമാണ് ആദ്യം എഴുതുക അല്ലെ. അപ്പം ഹിന്ദിയത്തിൻ, ഇന്ത്യൻ, ഹിന്ദിയത്തിൻ. ഇവിടെ ഒരു ജദീദത്തിൻ മിസ്സിംഗ് ആണ് എഴുതിയതിൽ, സോറി.
ഇങ്ങനെ എഴുതാണ്. അപ്പം ഹിന്ദിയത്തിൻ ജദീദത്തിൻ, ഓക്കെ, ഹിന്ദിയത്തിൻ ജദീദത്തിൻ ഫിൽ മദീനത്തി, ഓക്കെ, ഹിന്ദിയത്തിൻ ജദീദത്തിൻ ഫിൽ മദീനത്തി. അപ്പം രണ്ട് വിശേഷണം കൊണ്ട് ന്യൂ ഇന്ത്യൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇന്ത്യത്തിന് എഴുതുന്നു, പിന്നെ ജദീദത്തിന് എഴുതുന്നു, പിന്നെ ഇൻ ദ സിറ്റി, ഫിൽ മദീനത്തി, ഇൻ സിറ്റി അല്ല, ഇൻ സിറ്റി ആണെങ്കിൽ ഫി മദീനത്തിനായിരുന്നു, ഇൻ ദ സിറ്റി ആയതുകൊണ്ട് ഫിൽ മദീനത്തി, ഓക്കെ. അപ്പം ആ പട്ടണത്തിലെയാണ് ഒരു പുതിയ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ. കാരണം സ്കൂള് ഒരു ആണ്, എ ആണ്, അതുകൊണ്ട് തന്നെ മദ്രസത്തിൻ, പട്ടണം എന്താണ്, ഡെഫിനറ്റ് ആണ്, അതുകൊണ്ട് അൽ മദീനത്തി, ഓക്കെ. ഇനി അടുത്തത്, they are traveling to Saudi Arabia and his mother, father and sisters are traveling to Britain. അവർ സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യുന്നവരും അവന്റെ ഉമ്മയും ഉപ്പയും സഹോദരിമാരും ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യുന്നവരുമാണ്. എഴുതാം, ഹും, അവർ എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പം ഹും ഇവിടെ എല്ലാം ഉണ്ട് അല്ലെ. എന്താണ്, അല്ല, ഹും ഇവിടെ റെഫർ ചെയ്യുന്നത് ഇഹ്വാനാണ്, അവന്റെ സഹോദരന്മാരെയാണ്, അതുകൊണ്ട് തന്നെ ഹും. സഹോദരിമാരായിരുന്നെങ്കിൽ ഹുന്നായനെ. അപ്പൊ ഹും യാത്ര ചെയ്യുന്നവരാണ്, ആരാണ്, മുസാഫിർ അല്ലെ. അപ്പൊ ഇവിടെ മുസാഫിറൂന, കാരണം ഹും വന്നതുകൊണ്ട് മുസാഫിറൂന ബഹുവചനാണ്. എവിടേക്കാ പോകുന്നത്, ഇല, സൗദി അറേബ്യ അല്ലെ. അസ്സഊദിയത്തി, ഇല സഊദിയത്തി, ഇല വന്നതുകൊണ്ട് സൗദിയ മജ്റൂറായി, അപ്പം സഊദിയത്തി. ആൻഡ് ഹിസ് മദർ, വ ഉമ്മുഹു, അവന്റെ ഉമ്മ, ഫാദർ, വ, നമുക്ക് എല്ലാത്തിലും വ ഇടണം അല്ലെ. അബൂഹു, പിന്നെ ആൻഡ് സിസ്റ്റേഴ്സ്, വ അഖവാതുഹു. നേരത്തെ നമ്മൾ സഹോദരന്മാരായിരുന്നു, ബ്രദേഴ്സ് ആയിരുന്നു, ഇവിടെ സിസ്റ്റേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ വ അഖവാതുഹു, സഹോദരന്മാരും, സോറി സഹോദരിമാരും. അവരെങ്ങോട്ടാ പോണത്, മുസാഫിറൂന, യാത്ര ചെയ്യുന്നവർ തന്നെയാണ് അല്ലെ. ഇവിടെ മുസാഫിറൂനയാണ്, ബിക്കോസ് ആണും പെണ്ണും കൂടിയിട്ടുള്ള പ്ലൂറലാണ് അല്ലെ. പെണ്ണ് മാത്രമാണെങ്കിൽ നമ്മൾ മുസാഫിറാത്തുൻ എന്ന് എഴുതിയനെ, സോറി, പെണ്ണ് മാത്രമായിരുന്നെങ്കിൽ മുസാഫിറാത്തുൻ എന്ന് എഴുതിയനെ. ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്, കാരണം ഉമ്മയുണ്ട്, സഹോദരി ഉണ്ട്, സഹോദരിമാരുണ്ട്, വാപ്പയുണ്ട്. അപ്പൊ വാപ്പ ഉള്ളത് കൊണ്ട് മുസാഫിറൂന എന്ന് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ, മുസാഫിറാത്തുൻ എന്ന് എഴുതാൻ പറ്റില്ല. അപ്പൊ എവിടെയാ അവര് പോണത്, ഇല ബ്രിത്താനിയ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ബ്രിട്ടന്റെ പേര് പഠിച്ചപ്പോൾ അമേരിക്ക പഠിച്ച പോലെ എന്താണ്, അവസാനം അലിഫ് വരുന്ന പേരാണ്, അതുകൊണ്ട് തന്നെ ഹർഫ് ജർ വന്നു കഴിഞ്ഞാലും അതിന് എഴുത്തിൽ മാറ്റമൊന്നും വരില്ല. അപ്പം ഇല ബ്രിത്താനിയ. ഹും മുസാഫിറൂന ഇല സഊദിയതി വ ഉമ്മുഹു വ അബൂഹു വ അഖവാതുഹു മുസാഫിറൂന ഇല ബ്രിത്താനിയ. അവർ, ദേ അല്ലെ, അത് ഹും, ആർ എഴുതാറില്ല. ട്രാവലിംഗ് മുസാഫിറുൻ, ഹും വന്നതുകൊണ്ട് അത് മുസാഫിറൂനായി. നമ്മൾ ഓരോ വാക്കിനും എന്തൊക്കെ റൂൾസ് അപ്ലൈ ചെയ്യാനുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹും മുസാഫിറുൻ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് തെറ്റാണ്. ഹും ആയതുകൊണ്ട്, അവർ ആയതുകൊണ്ട്, പുല്ലിംഗ ബഹുവചനം ആയതുകൊണ്ട് മുസാഫിറൂന. സ്ത്രീലിംഗ ബഹുവചനം ആയിരുന്നെങ്കിൽ ഹുന്ന മുസാഫിറാത്തുൻ. മുമ്പുള്ള സെന്റൻസിൽ ഇഹ്വാനു താരിഖിനു പകരം അഖവാത്തു താരിഖിൻ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇവിടെ എന്തായനെ, ഹുന്ന മുസാഫിറാത്തുൻ എന്ന ആയനെ. ഓക്കെ. ഇനി ഉഖ്തു താരിഖ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഹിയ മുസാഫിറത്തുൻ എന്ന് വന്നേനെ. ഓക്കെ. അപ്പം അതൊക്കെ ഓരോന്നും ശ്രദ്ധിക്കണം. ഹും മുസാഫിറൂന എവിടെയാണ്, ടു സൗദി അറേബ്യ, ഇല സൗദിയത്തി, ഇല വന്നതുകൊണ്ട് സൗദിയത്തി മജ്റൂർ. ആൻഡ് ഹിസ് മദർ വ ഉമ്മുഹു, ഫാദർ. ഇവിടെ ഉമ്മുഹു എന്ന് എഴുതിയ പോലെ അബുഹു എന്ന് എഴുതാൻ പറ്റൂല, ബിക്കോസ് അബു എന്ന് പറയുന്നത് സ്പെഷ്യൽ നൗൺ ആണ്, അതുകൊണ്ട് വാവ് ഇട്ടിട്ട് വേണം ദമീർ മുത്തസിൽ ആഡ് ചെയ്യാൻ. അപ്പൊ വ അബൂഹു പ്ലസ് സിസ്റ്റേഴ്സ്, വ അഖവാതുഹു, അവന്റെ സഹോദരിമാർ, അഖ്തുൻ പ്ലൂറൽ അഖവാത്ത്. അപ്പം അഖവാതുഹു. പിന്നെ യാത്ര ചെയ്യുന്നവരാണ്, ട്രാവലിംഗ് ആണ്, പക്ഷെ ഇവിടെ നമ്മൾ ഏതാ കൊടുക്കേണ്ടത്, മുസാഫിറൂനെയാണ്. കാരണം ഉമ്മും അഖ്വാത്തും സഹോദരി സ്ത്രീലിംഗാണെങ്കിലും ഇതിന്റെ കൂടെ പിതാവ് വന്നതുകൊണ്ട് മുസാഫിറൂനെ എഴുതാൻ പറ്റുള്ളൂ, മുസാഫിറാത്തുൻ എഴുതാൻ പറ്റില്ല, മുസാഫിറൂൻ എഴുതാൻ പറ്റില്ല, മുസാഫിറത്തുനും എഴുതാൻ പറ്റില്ല. ടു അല്ലെ, ട്രാവലിംഗ് ടു ഇല ബ്രിട്ടാനിയ. ഓക്കെ.
അപ്പം അൽഹംദുലില്ലാഹ് അത്രയാണ് 5th ലെസന്റെ എക്സസൈസ് 2. 5th ലെസൺ അങ്ങനെ ക്ലോസ് ചെയ്തു. റിവിഷനും കഴിഞ്ഞതാണ്. ഇനി എക്സാം ആണ്. എല്ലാവരും നല്ലോണം തറവായിട്ട് 5th പഠിക്കുക. 5th പഠിക്കുമ്പം 5th നമ്മൾ എഴുതുന്ന സെന്റൻസിൽ 4th വരെയുള്ള എല്ലാ റൂൾസും വരുന്നത് തന്നെയാണ്. അതുകൊണ്ട് 5th നിങ്ങൾ എക്സാം സക്സസ്ഫുള്ളി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതുവരെ പഠിച്ചതൊക്കെ ക്ലിയർ ആണെന്നാണ്. ഓക്കെ, അപ്പം എല്ലാവരും നല്ല ഉഷാറായിട്ട് റിവിഷൻ ചെയ്ത് എക്സാമിന് പ്രിപ്പയർ ആവാം. സീരിയസ് ആയിട്ടുള്ള എക്സ്ക്യൂസ് ഉള്ളവർക്ക് മാത്രമേ ഞാൻ പിന്നെ ഒരു ഓപ്പണിംഗ് തരുള്ളൂ. അത് ഏതെങ്കിലും ഒരു ദിവസം ഓപ്പൺ ചെയ്ത് തരും ഇൻഷാ അല്ലാഹ്. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് തറവായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു അസൈൻമെന്റ് എഴുതണം. എന്നിട്ട് നമുക്ക് 6th ലെസൺ സ്റ്റാർട്ട് ചെയ്യണം. ഒരുപാട് ലാഗും ഗ്യാപ്പും ഡിലേയും ഒന്നും തരുന്നില്ല. തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിട്ടുപോകും, മറന്നുപോകും. അപ്പം ഈ ഒരു സമയത്തിനുള്ളിൽ മാക്സിമം എല്ലാവരും കമ്പൈൻ സ്റ്റഡി ആയിട്ടോ പേയേഴ്സ് ആയിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ റിവിഷനൊക്കെ ചെയ്തിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.